ക്വിക്ക് PSCയുടെ ഓൺലൈൻ സെക്ഷനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ത്യൻ രാഷ്ട്രപതിമാർ എന്ന ഭാഗത്തു നിന്ന് 2021 10th ലെവലിൽ ചോദിച്ച ഒരു ചോദ്യമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യയുടെ പ്രഥമ പൗരനായ ആദ്യ മലയാളി ആരാണ്? ഇന്ത്യയുടെ പ്രഥമ പൗരനായ ആദ്യ മലയാളി ആരാണ്? KR നാരായണനാണ്. KR നാരായണനാണ് ഇന്ത്യയുടെ പ്രഥമ പൗരനായ ആദ്യ മലയാളി എന്ന് പറയുന്നത്. ഇദ്ദേഹത്തെക്കുറിച്ചുള്ള മറ്റ് പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. രാഷ്ട്രപതിയായ 10ാമത്തെ വ്യക്തിയാണ് ആര്? KR നാരായണൻ. നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപതിയാകുന്ന 10ാമത്തെ വ്യക്തിയാണ് KR നാരായണൻ. എന്നാൽ രാഷ്ട്രപതിയായ ഏക മലയാളി ആരാണ്? KR നാരായണൻ തന്നെയാണ്. രാഷ്ട്രപതിയാകുന്ന 10ാമത്തെ വ്യക്തിയാണ് KR നാരായണൻ. അതോടൊപ്പം തന്നെ രാഷ്ട്രപതിയായ ഏക മലയാളി കൂടിയാണ് KR നാരായണൻ. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ KR നാരായണനെതിരെ മത്സരിച്ച മലയാളി ആരാണ്? TN ശേഷൻ ആണ്. TN ശേഷൻ ആണ് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ KR നാരായണനെതിരെ മത്സരിച്ച മലയാളി എന്ന് പറയുന്നത്. ഉപരാഷ്ട്രപതിയായിട്ടുള്ള ഏക മലയാളിയും ആര് തന്നെയാണ്? KR നാരായണൻ തന്നെയാണ്. ഉപരാഷ്ട്രപതിയായ ഏക മലയാളിയും KR നാരായണനാണ്. ഏത് വർഷമായിരുന്നു? 1992 മുതൽ 97 വരെയാണ് ഇദ്ദേഹം ഉപരാഷ്ട്രപതിയായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുള്ളത്. ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ പേരെന്താണ്? അല്ലെങ്കിൽ KR നാരായണൻ എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? കൊച്ചേരിൽ രാമൻ നാരായണൻ എന്നാണ്. കൊച്ചേരിൽ രാമൻ നാരായണൻ. ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ രാഷ്ട്രപതിയാണ് ആര്? KR നാരായണൻ. ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ രാഷ്ട്രപതിയാണ് KR നാരായണൻ. ഏറ്റവും കൂടിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച രാഷ്ട്രപതി കൂടിയാണ് ഇദ്ദേഹം. ഏറ്റവും കൂടിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച രാഷ്ട്രപതിയാണ് ഇദ്ദേഹം. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ വോട്ട് നേടി വിജയിച്ച രാഷ്ട്രപതി ആര് എന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്? KR നാരായണൻ തന്നെയാണ്. നെക്സ്റ്റ്, പൊക്രാനിൽ ഇന്ത്യയുടെ 2ാമത്തെ ആണവ പരീക്ഷണ സമയത്തും കാർഗിൽ യുദ്ധ സമയത്തും നമ്മുടെ രാഷ്ട്രപതി ആരായിരുന്നു? KR നാരായണനാണ്. പൊക്രാനിൽ ഇന്ത്യയുടെ 2ാമത്തെ ആണവ പരീക്ഷണ സമയത്തും അതോടൊപ്പം തന്നെ കാർഗിൽ യുദ്ധസമയം. കാർഗിൽ യുദ്ധം നടക്കുന്നത് എപ്പോഴാണ്? 1999 ഈ സമയത്തും ആര് തന്നെയാണ് നമ്മുടെ രാഷ്ട്രപതിയായിട്ട് സേവനം അനുഷ്ഠിച്ചിരുന്നത്? KR നാരായണൻ തന്നെയാണ്. അതോടൊപ്പം അമേരിക്ക, ചൈന, തുർക്കി, തായ്ലൻഡ് എന്നീ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ അംബാസഡറായിട്ട് KR നാരായണൻ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ രാഷ്ട്രപതി ആരാണ്? KR നാരായണനാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്ന ആദ്യ രാഷ്ട്രപതിയാണ് ആര്? KR നാരായണൻ. ഇതോടൊപ്പം ഒരു പോയിന്റും കൂടെ പഠിച്ചു വെക്കുക. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ രാഷ്ട്രപതി ആരാണ്? ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ചോദിക്കുമ്പോൾ ആരാണ്? അത് KR നാരായണനാണ്. എന്നാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ മലയാളി ആര് എന്ന് ചോദിച്ചാൽ അത് ആരാണ്? Dr. APJ അബ്ദുൽ കലാം ആണ്. അതുകൂടി ഓർമ്മിച്ചു വെക്കുക കേട്ടോ. നെക്സ്റ്റ്, പത്രപ്രവർത്തകൻ ആയിരിക്കുകയും KR നാരായണൻ പത്രപ്രവർത്തകരായിട്ട് സേവനം അനുഷ്ഠിച്ചിരുന്നു. ഈ സമയത്ത് ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ഗാന്ധിജിയെ ഇന്റർവ്യൂ ചെയ്തിരുന്നു. പത്രപ്രവർത്തകനായിരുന്ന സമയത്ത് KR നാരായണൻ ഗാന്ധിജിയെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. ഇന്ത്യയിലെ ഏറ്റവും മികച്ച നയതന്ത്രജ്ഞൻ എന്ന് KR നാരായണനെ വിശേഷിപ്പിച്ചതാരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച നയതന്ത്രജ്ഞൻ എന്ന് ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. നെക്സ്റ്റ്, പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ വിവേചനാധികാരം ഉപയോഗിക്കുന്നതിന് മുമ്പ് പൊതുജനാഭിപ്രായം ആരായുന്ന ഒരു സമ്പ്രദായമുണ്ട്. നമുക്ക് എന്താണ് അതിൻ്റെ പേര്? രാഷ്ട്രപതി ഭവൻ കമ്മ്യൂണിക്ക് എന്നതാണ് ഈ സമ്പ്രദായത്തിൻ്റെ പേര്. ഈ സമ്പ്രദായത്തിന് തുടക്കമിട്ട രാഷ്ട്രപതിയാണ് ആരെന്ന് പറയുന്നത്? KR നാരായണൻ എന്ന് പറയുന്നത്. രാഷ്ട്രപതി ഭവൻ കമ്മ്യൂണിക്ക് തുടക്കമിട്ടതാരാണ്? KR നാരായണനാണ്. നെക്സ്റ്റ്, ഇദ്ദേഹത്തിൻ്റെ പത്നിയുടെ അല്ലെങ്കിൽ വൈഫിൻ്റെ പേരെന്താണ്? ഉഷ നാരായണൻ എന്നാണ്. KR നാരായണൻ്റെ പത്നിയാണ് ആര്? ഉഷ നാരായണൻ. ഇന്ത്യയിൽ പ്രഥമ വനിതയായ ആദ്യ വിദേശ വനിത ആര് എന്ന് വെച്ചാൽ ആരാണ്? ഉഷ നാരായണൻ. ഇവർ മ്യാൻമർകാരിയാണെന്ന കാര്യം കൂടി ഓർമ്മിക്കുക. നെക്സ്റ്റ്, ജവഹർലാൽ നെഹ്റു സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ട് കൂടി ആര് പ്രവർത്തിച്ചിട്ടുണ്ട്? KR നാരായണൻ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് പഠിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് KR നാരായണനെ കുറിച്ച് പഠിക്കാനായിട്ടുള്ളത്. നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക്